വാസൂട്ടിയെ വാസൂട്ടി വാസൂട്ടിയെ ആ അതെ ഈ ആശാരി പണിക്ക് പോണ വാസൂട്ടിയുടെ വീട് ഇതല്ലേ? ഇതല്ല. ആരാണ്? എൻ്റെ പേര് വീരൻ എന്നാണ്. ഞാനും വാസൂട്ടി പഴയ സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് കാണണമായിരുന്നു. കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ടേ. കായ് കൊടുക്കാനാ? ആഹാ, മൂപ്പര് ഇവിടെയാണ് താമസിക്കണത്. ഇത് പക്ഷെ എന്റെ വീടാണ്. ആണോ? ആ, പരീക്കുട്ടിക്കാന്റെ വലിയ കൂട്ടുകാരനാണല്ലേ വാസുട്ടിയേട്ടൻ. അപ്പൊ എല്ലാ കാര്യത്തിനും പരീക്കുട്ടിക്കാണ് മൂപ്പര് സഹായിക്കണത്. അതല്ല ഇവിടെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ചേക്കണത്. അല്ല, ആരായി പരീക്കുട്ടി? ഇന്റെ കെട്ടിയോൻ. ഓ, നമ്മുടെ സായ്പൂട്ടി. വാസൂട്ടി ഇടയ്ക്ക് പറയാറുണ്ട്. അതെ, ഞാൻ വാസൂട്ടിയെ പരീക്കുട്ടിയെ സായ്പൂട്ടി എന്നാണ് വിളിക്കാറ്. സായ്പൂട്ടി? അപ്പൊ അവിടെ ഇപ്പൊ ആരില്ലാന്ന് തോന്നണ്. അപ്പൊ ഞാൻ ഇക്കാനൊന്ന് വിളിക്കാം. അതെ, വാസുട്ടിയേട്ടനെ കാണാൻ വേണ്ടിട്ട് ഒരാള് വന്നിട്ടുണ്ട്. വീരൻ കായ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. വരുമോ? ആ, മൂപ്പരിപ്പൊ വരൂ. നിങ്ങൾ കേറിയിരിക്കും. ഞാൻ എന്താ കുടിക്കാൻ വേണ്ടേ? തണുത്തത് എന്തായാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് ഇരുന്നോ. അസ്സലാമലൈക്കും വീരാനെ. ഓ, ആയിക്കോട്ടെ സായ്പൂട്ടി. അല്ല, ഞാൻ സലാം പറഞ്ഞിട്ട് വീരാൻ സലാം വീട്ടിയില്ല. അയ്യോ, എന്റെ പേര് ബീരാൻ അല്ല, വീരൻ. വീരൻ? വീരൻ. ബീരാനല്ല അല്ലേ? അല്ലല്ല, ഞാൻ ഓളിനോട് പറഞ്ഞപ്പോഴേ ഞാൻ വീരാൻ വന്നിട്ട് എന്നാ കേക്കണേ. വാസൂട്ടി ഒന്ന് കാണാൻ വന്നതാണ്. പറഞ്ഞു. വാസൂട്ടിയെ കണ്ടിട്ട് ഒരുപാട് കുറച്ച് നാളായി. അപ്പൊ എനിക്ക് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഒരു കടം തീർക്കണം. കാശ് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കാനോ അതോ അങ്ങോട്ട് കൊടുക്കാൻ? ശരി. അപ്പൊ എവിടെ വീട്? വീട് ആമച്ചൻ. കാട്ടാക്കട. ആദ്യം താമസിച്ചത് പേടാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട് ആമച്ചനാണ്. അങ്ങോട്ടൊക്കെ പോയി. 2 മക്കൾ, ഒരു മോളും ഒരു മോനും. അപ്പൊ ഈ വാസുട്ടിനെ എങ്ങനെ പരിചയം? ഞങ്ങൾ ആശാരിപ്പണി. ഞങ്ങൾ ഒരുമിച്ച് ആശാരിപ്പണി വർഷങ്ങളുണ്ട്. ഇപ്പൊ കുറച്ച് നാളെ കാണാതെ ഇരുന്നിട്ട്. അപ്പൊ വാസുട്ടി ഒന്ന് കാണണം, ഒരു കടം വീട്ടണം. ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ഇപ്പം പഴയതല്ല, ഈ ആശാരിപ്പണിയൊക്കെ എനിക്ക് കുറവാണ്. എനിക്ക് ഈ മറ്റേ ചീവുളിയുള്ള തേച്ചുള്ള പണിയെ അറിയാവൂ. ഇപ്പോഴത്തെ മെഷീൻ ഇറങ്ങിയാലേ ശബ്ദം കേൾക്കുമ്പോഴേ പേടിയാണ് എനിക്ക്. അതിപ്പോ പണി കുറവാണ്. ഞാൻ മെഷീന്റെ വർക്ക് ഞാൻ ചെയ്തില്ല. എന്റെ പ്ലേട കയറി കൈ കൊണ്ട് പോയാ പിന്നെ ആരും നോക്കാനില്ലെന്നെ. പിന്നെ ഒരുവിധം പച്ച പിടിച്ച് അങ്ങനെ പോകുന്നുണ്ട്. എന്ത് വർക്ക് ചെയ്യണം? എനിക്ക് ടൈലറിംഗ് ഷോപ്പാണ്. വാസൂട്ടി ഇപ്പൊ വരൂലല്ലേ? ഇപ്പൊ വരൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ട് വാസൂട്ടി ഞാൻ ആശാരിപ്പണി ചെയ്തുകൊണ്ടിരിപ്പോ രസം ഉണ്ടായി. ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട്. പുള്ളിരാഴ്ച എന്നും അസുഖമാണ്, ഹോസ്പിറ്റലിൽ കിടപ്പാണ് ജോലി. അതിന് അവിടെ തന്നെ, കിടപ്പും അവിടെ തന്നെ. പുള്ളി മറ്റേ ഈ പൊന്തി വെച്ചുള്ള കട്ടിലുണ്ടല്ലോ, അങ്ങനെ ചാരി പൊന്തി വെച്ച് കിടക്കണം. ആ കട്ടിലാണ് കിടക്കണം. അപ്പൊ ഡിസ്ചാർജ് ആക്കിയാൽ വീട്ടിൽ വന്ന ചെറിയ സാധാ കട്ടിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറയട്ടെ, നീ പൈസ കൊടുത്ത് മേടിക്കേണ്ട, ഒരുപാട് വിലയാണ്. ഞാൻ വാസൂട്ടി റെഡിയാക്കി തരാം, നന്നാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഫുൾ കട്ട് നമ്മൾ കാല് വെട്ടി വെച്ചാൽ മാത്രം മതിയല്ലോ, ചരിഞ്ഞ് കിടക്കുമല്ലോ. ഒരു സൈഡ് ഹൈറ്റ് കുറച്ചാൽ മതിയല്ലോ. അങ്ങനെ പുള്ളി കട്ടിൽ പണിത് കൊടുത്ത് പുള്ളി വീട്ടിൽ വന്നു. പുള്ളി കിടക്കും, ഇഴഞ്ഞങ്ങ് താഴെ വീഴും. നമ്മുടെ തട വെച്ചില്ല. പുള്ളി അങ്ങനെ ഐസിലായി. പിന്നെ അങ്ങനെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ വാസൂട്ടി ഇപ്പൊ നന്നായല്ലേ? കുഴപ്പമില്ല, പഴമാരിയൊക്കെ തന്നെ ആണല്ലേ? ഞാൻ പണ്ട് മെലിഞ്ഞാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് ഇത്തിരി നന്നായിരിക്കുകയാണ്. എന്തോ? അല്ല, അങ്ങനല്ല. ഞാൻ ഒപ്പം വരാട്ടോ. അല്ല, എന്താ നിനക്ക് തീരെ തലയ്ക്ക് സുഖമില്ല എന്റെ പരീക്കുട്ടിയെ? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റി ഇരുത്തുന്നത്? അന്വേഷിച്ച് വരും. എന്നെ അന്വേഷിച്ച് നടക്കലിന് ഒരു പണി എന്താണ്? അതെ, എന്നെ തലക്കടിച്ച് കൊല്ലാൻ വേണ്ടി നടക്കുന്ന പാർട്ടിയാണിത്. എന്താ, ഒരു തലക്ക് ഭ്രാന്തുണ്ടോ? പിന്നെ ഒരു ഭ്രാന്ത് തന്നെയല്ലേ. ഓന് ഭ്രാന്താണ്. ഓന്റെ കയ്യിൽ ഒരു സഞ്ചില്ലേ? സഞ്ചിയല്ല, ബാഗ്. അന്നിപ്പോ ബാഗ് ആക്കിയിട്ടുണ്ടാവും. മുമ്പ് സഞ്ചിയായിരുന്നു.
അതിനകത്ത് ചുറ്റികയാണ്. ഈ ചുറ്റിക വെച്ചിട്ട് എൻ്റെ തലക്കടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഓനെന്താ റിപ്പറാ? ഓ റിപ്പറും കുപ്പറൊന്നും അല്ല എൻ്റെ പൊന്നിയും കാര്യം. ഓനെ എൻ്റെ കൂടെ പണിക്ക് വന്നായിരുന്നാണ്. ഞാനൊരു ദിവസം ഒരു വീടിൻ്റെ മുകളിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പട്ടി കടിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങാനോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിന് ഈ ചുറ്റിക നേരെ വീണത് ഇവൻ്റെ മണ്ടക്കാണ്. അപ്പ കിളി പോയതാ. എന്നിട്ട് ഈ ചുറ്റികയും കൈ പിടിച്ചിട്ട് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുക. എന്താ ചെയ്യല്? ഏതൊക്കെയോ മാനസിക ആശുപത്രിയിലൊക്കെ കയറി ഇറങ്ങി നടന്നിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്ന ഒരു പുലിയില്ല. എങ്ങനെ ഒഴിവാക്കുക? എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നത്. എന്താ കളിക്കാൻ നിൽക്കാണ്? നെജങ്ങോട് വരില്ലട്ടോ. ഞാൻ വരില്ലല്ലോ. ചെല്ലി ചെല്ലി രഹസ്യമായിട്ടാ അയാളുടെ മുമ്പിൽ അറിയാൻ ചെന്ന് വിടുവോ? എന്നെ തെരഞ്ഞു വന്നതാണ്. പാകൾ ആരെ കിട്ടിയാലും കൂട്ടും. ഞാൻ പറഞ്ഞു കേട്ടോ. ആ ഓ ഓ ഇതൊരു കാര്യം അറിഞ്ഞോ? എന്തേ? എടി അയാളില്ലേ അവിടെ ഇരിക്കണ ആള്, അയാൾക്ക് ഭ്രാന്താണ്. എന്താ പറയുന്നത്? അപ്പൊ മാസത്തിനടുത്ത് പോയിട്ടല്ലേ വരണേ. ഞാൻ അയാളുടെ അടുത്ത് പോയോ? വെള്ളം എടുക്കാൻ വേണ്ടി വന്നാണ്. അടച്ചോൻ കാത്ത് അങ്ങോട്ട് ചെല്ലണ്ട. അയാൾക്ക് പ്രാന്താണ്. വാസുട്ടീനെ കൊല്ലാൻ നടക്കണത്. ആ ബാഗില്ലേ അതിന്റെ ഓനെ കൊല്ലാനുള്ള ചുറ്റിനും കൊണ്ടാ നടക്കണെന്ന്. ഇതപ്പൊ പറഞ്ഞാണ്. എന്ത് ചെയ്യണ്? എങ്ങനെ ഇപ്പൊ പറഞ്ഞു വിടും? വാസുട്ടേട്ടൻ ഇവിടെ ഇല്ലാന്ന് പറയും. വാസുട്ടേട്ടനില്ലാന്ന് പറഞ്ഞപ്പോ അയാൾ അവിടെ തന്നെ ഇരിക്കുവോ? ഇല്ല, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാ പിന്നെ ആള് പോവൂലോ. എന്ത് പറയും? ഓരോ ആക്രമങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെന്തിനിപ്പോ ഇതൊക്കെ സഹിക്കണം? ഓരോ ഉരുമാലുണ്ടാക്കിയിട്ട് പറയുന്ന അയാൾ കേക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ പോയിട്ട് മൂപ്പരങ്ങനെ പറഞ്ഞു വിട്. കണ്ടിട്ടൊരു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, എന്നോട് വെള്ളം ചോദിച്ചു, ഞാൻ വെള്ളം എടുക്കാൻ വന്നല്ലേ. അല്ല, ഭ്രാന്ത് കണ്ടാ മനസ്സിലാവൂല. അല്ല എന്നാലും എന്താ ഓരോ മനുഷ്യന്മാരെ സ്ഥിതി. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാനേ ഇജ്ജ് വെള്ളമൊന്നും കൊണ്ടിരണ്ട. ഇനി എന്തൊരു വെള്ളം കൊണ്ടിരുന്നായി? വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ലാന്ന് ദേഷ്യപ്പെട്ടാലോ? ഞാനൊന്ന് പോയി മയത്തിലാക്കട്ടെ, എന്നിട്ട് ചെന്നാ മതി കേട്ടോ. എന്തിനടുത്തേക്ക് പോണ? അവിടെ നിന്നിട്ട് പറഞ്ഞാ പോരെ? വലിയ ആളില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടാ പോരെ? ആ എന്താ സ്ഥിതി എന്ന് പഠിച്ചോണ്ട് പോയി നോക്കട്ടെ. ഞാനും വരാം. എന്തൊക്കെയാണ് ഇവിടെ? എന്താ നോക്കണേ? എന്താ നോക്കണേ ചോദിക്കാ? പകുതി ഓടും പകുതി ടെറസും ആണല്ലേ? ആ അതെ, പഴയ പണി ആയതുകൊണ്ടേ ഇങ്ങനെ കൊണ്ടുപോയിക്കണം. ഈ ടെറസിൽ ഹൂക്കൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ലല്ലേ? ഇല്ല. എന്തിനാ? അതെ, കൊച്ചു കുട്ടിയൊക്കെ ഈ തൊട്ടിലേക്ക് കെട്ടാ മനസ്സിലായില്ല. പിന്നെ ബുദ്ധിമുട്ടായി തറയെ കിടത്തേണ്ടി വരും. അത് നമ്മളെ തെറ്റാണ്. നമ്മളിവിടെ പണി ചെയ്യുമ്പോൾ ഒരാൾ ഇവിടെ കൂടെ നിൽക്കണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം. അവരങ്ങനെ ചെയ്യില്ല. അവരെങ്ങനെയെങ്കിലും പണി നിർത്തി പോകാനേ നോക്കത്തുള്ളൂ. പറഞ്ഞിരിക്കണം. അല്ല പറഞ്ഞു ഇരുന്നോളെ. അല്ല പറഞ്ഞോ ഇരിക്കണം. അതെ, കാണുന്ന ഓട് കണ്ട ആ ഓടിന്റെ പട്ടിയിൽ തറയെ വീഴുന്ന തലയ്ക്ക് പ്രശ്നമാണ്. ഞാൻ അനുഭവസ്ഥനാണെന്ന്. ഇത് ദേഹത്ത് വീഴാല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തലയിൽ വീണ അതേമാതിരി എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ? ഇടങ്ങറാണ്. ഇല്ല, ഞാൻ നിൽക്കുമ്പോ പിന്നെ ഞാനും നിൽക്കാം. അല്ല, നിങ്ങൾ ഇരുന്നോളി. അല്ല, നിങ്ങൾ ഇരുന്നോളി. വാസുട്ടി ഇപ്പൊ വരുമല്ലേ? ആ വരില്ല, അതാണ് ഒരു കൊല്ലേണ്ട ജാതി കൊതുകേ. അതെ, ഞാനൊരു ആശാരിയോണ്ട് പറയണ ഇച്ചിരി കുറവുണ്ട്. കുറവുണ്ട് എനിക്കിപ്പോ? എന്ത് കുറവുണ്ട്? അത് ഈ ഓടായത് കൊണ്ടേ ചൂടിന് അല്പം കുറവുണ്ട്. പക്ഷെ എന്നാലും ഓട് കിട്ടാൻ പാടാണ് ഇപ്പൊ, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, ഞാനൊരു ആശാരി ആയതുകൊണ്ട് പറയണതല്ല, എന്നാലും ശ്രദ്ധിച്ച് കേട്ടോളാം. ഈ ഓട് മാറ്റി ടെറസാക്കണം. ഈ ഓട് മാറ്റി ടെറസാക്കണം. നമുക്ക് നാളെ തന്നെ ആക്കാം. നാളെ തന്നെ ആക്കാം. നാളെ തന്നെ അതങ്ങനെ നാളെ ആക്കാൻ പറ്റും? അതിനെ കളിയാക്കാൻ പോലെ അല്ല, നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ നമുക്ക്. മനുഷ്യ, ഇതൊക്കെ സമയം കാലം സന്ദർഭം ഉണ്ട്, മനസ്സിലായില്ലേ? തട്ടടിക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കുടിച്ചോളി. വെള്ളം കൊടുത്തില്ല എനിക്ക് വേണ്ട, കുഴപ്പമില്ല. ഓ, ചെറിയൊരു ആശ്വാസം.
വാസുട്ടി ഇപ്പൊ വരുമല്ലേ? വാസുട്ടി ഇപ്പൊ വരൂല, അതാണേ. വാസുട്ടി ഇങ്ങനെ എപ്പോഴും വരില്ല. മുപ്പരെന്താ വെച്ചാൽ അവര് പോക്കാണ്ട് പോയാൽ പിന്നെ പെട്ടെന്ന് വരില്ല. അത് എനിക്ക് വാസുട്ടി കണ്ടേ പറ്റുള്ളൂ. അല്ല എനിക്ക് വാസുട്ടിയുടെ ഒരു കണക്ക് തീർക്കണം, അതുകൊണ്ട് കണ്ടിട്ടേ പോകും. അത് ചിലപ്പോ ഒരാഴ്ചക്ക് കഴിയൂ വരാൻ. ഒരാഴ്ച കഴിയൂ വരാൻ. ഒരാഴ്ചയൊക്കെ ചിലപ്പോ അതിലും കൂടുതലാവേ. പണിക്ക് പോയാൽ പിന്നെ എപ്പോഴാ ഈ പായം വരാന്ന് അറിയില്ല. ഞാൻ തന്നെ കണ്ടിട്ട് 3-4 ദിവസമായി ഇപ്പോ. ആണല്ലേ? അപ്പൊ നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല, അതാണിപ്പോ. ഇവിടെ റൂമൊന്നുമില്ല. ഏത് അടച്ചുകൂട്ടിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ കിടക്കുന്ന ഒരു റൂം തന്നെ ഉള്ളു. താമസിക്കുമെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ കിടക്കാം. എന്തിന്? അല്ല എന്തായാലും വാസുട്ടിയെ കണ്ടിട്ടേ പോകുന്നു. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വാസുട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, കണ്ടിട്ടേ ഞാൻ പോകും. ഇല്ല, നിങ്ങൾ ഇവിടെ ഒക്കെ കിടക്കുക പറഞ്ഞാൽ നമുക്കൊരു ഇടങ്ങറാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു റൂമുള്ളൂ ഇവിടെ, അവിടെ ഞങ്ങള് കിടക്കുകയാണല്ലോ. ആണോ? അപ്പൊ നിങ്ങള് അല്ല വേറൊരു ഫോൺ നമ്പർ തന്നോളി. അപ്പൊ വാസുട്ടി വന്നോണ്ട് ഞങ്ങൾക്ക് വിളിച്ചു പറയാലോ. വാസുട്ടി വന്ന് നിങ്ങൾ പോന്നോളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാലോ. അയ്യോ, ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. അതല്ലേ സംഭവം. ഫോൺ ഉപയോഗിക്കാറില്ല ഞാൻ. അതിപ്പോ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കാറില്ല. അതല്ലേ നേരിട്ട് വന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ കണക്ക് ഞാൻ ഇട്ടേക്കണേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് കണക്കെന്ന് പറഞ്ഞാൽ അപ്പോഴപ്പോൾ തീർക്കണം. അതുകൊണ്ട് ഞാൻ വാസുട്ടിയെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകും, അത് നിർബന്ധമാണ്. വാസുട്ടിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴേ വാസുട്ടി ശരിക്കും ഇപ്പൊ ഒരു അവൻ പറഞ്ഞ് കേട്ടോടത്തോളം ഒരു 2 ആഴ്ചത്തേക്ക് വരില്ല. അത് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? പോകുമ്പോ പറഞ്ഞു. ഈ പണിക്ക് പോകുമ്പോ ചില സമയത്ത് കുറെ വൈകുമ്പോ നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോ പെട്ടെന്ന് വരില്ല എന്നുള്ളൊരു ഇത് നമുക്ക് അറിയാലോ. വാസുട്ടിയെ കണ്ടേ പറ്റൂ. പക്ഷെ നിങ്ങൾ സഹായിക്കണമല്ലോ. അടിയുടെ ചിരയുടെ തരികിട മേളപ്പൂരം